ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ പിണറായി സർക്കാർ എന്തും ചെയ്യും. സ്വർണം മോഷ്ടിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ വാസുവോ മാത്രമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടെന്നും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചാലേ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് വികസന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതാണ്. 3 മാസം മുമ്പ് രാഹുലിനെതിരെ കേസെടുക്കേണ്ടതായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളുമുണ്ട്. സർക്കാർ ഒരു ഉത്തരവും നൽകിയില്ല. ലണ്ടനിൽ പോയി പണം എന്തിനെ സമാഹരിച്ചുവെന്നതിനടക്കം മറുപടിയില്ല. എന്തുകൊണ്ട് ഇന്ത്യൻ ബാങ്ക് വഴി കടമെടുത്തില്ല? RBIയുടെ അനുമതിയും എടുത്തിട്ടില്ല. ED നോട്ടീസ് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് പറയുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള വാദം മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അന്വേഷണ ഏജൻസികളുടെ നടപടിയെ വേഗത്തിൽ ആക്കാനോ സാവധാനത്തിൽ ആക്കാനോ കേന്ദ്ര സർക്കാരിനാവില്ല. സാമ്പത്തിക തട്ടിപ്പ് പിടിച്ചാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത് രാഷ്ട്രീയ തന്ത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SID നാളെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലടക്കം റിപ്പോർട്ട് നിർണായകമാണ്. ഹൈക്കോടതി നൽകിയ 6 ആഴ്ചത്തെ സമയപരിധി നാളെ തീരും. പ്രതിയായ A. പത്മകുമാറിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കൂട്ടായെടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നും മിനിറ്റ്സിൽ ചെമ്പെഴുതിയത് മറ്റു ബോർഡംഗങ്ങളുടെയും അറിവോടെയാണെന്നുമാണ് പത്മകുമാറിന്റെ വാദം. ബോർഡിലെ മറ്റംഗങ്ങളെ കൂടി പ്രതികൂട്ടിലാക്കുന്ന തരത്തിലാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ നൽകിയത് ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നും അതിൽ താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നുമാണ് പത്മകുമാറിന്റെ ചോദ്യം. വീഴ്ച സംഭവിച്ചെങ്കിൽ അതിൽ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും പത്മകുമാർ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നു.